ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നെതന്യാഹുവിനെ രക്ഷിക്കാൻ അമേരിക്കൻ ബന്ദി നിർദ്ദേശം കയ്യിൽ വെച്ചേക്കാനാണ് ഹമാസ് പറയുന്നത്. ഇസ്രായേലും നെതന്യാഹുവും ഒക്കെ അപകടകരമായ ഒരു ഘട്ടത്തിലെത്തുമ്പോഴൊക്കെ അമേരിക്ക അവരുടെ രക്ഷയ്ക്കെത്തുന്ന നാടകീയ മുഹൂർത്തങ്ങൾ നമ്മൾ ഗസയിൽ സ്ഥിരമായി കാണാറുണ്ട്. അത്തരം ഒരു സന്ദർഭം നെതന്യാഹുവിനെ അതിരൂക്ഷമായി ബാധിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ ട്രംപ് ഒരു പുതിയ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. 60 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് 10 ബന്ദികളെ വിട്ടുകൊടുക്കുകയും ഇസ്രായേലിന്റെ തടവറയിലുള്ള കുറച്ച് പലസ്തീൻ തടവുകാരെയും കൈമാറ്റം ചെയ്യാമെന്നൊരു നിർദ്ദേശമാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശത്തെ നെതന്യാഹു മനസ്സില്ലാ മനസ്സോടെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് വാർത്തകൾ വരുമ്പോൾ ഹമാസ് ഈ നിർദ്ദേശത്തെ തള്ളിയിരിക്കുകയാണ്. ഇസ്രായേൽ മനസ്സില്ലാ മനസ്സോടെ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവർ നിർബന്ധിച്ചിട്ടാണ് ട്രംപ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അവർ കൊടുത്ത ഐഡിയ ആണത്. എന്നാൽ ഇത് ഹമാസ് അംഗീകരിക്കാൻ തയ്യാറല്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഗസയിൽ 3 മാസമായി പട്ടിണി കിടക്കുന്ന ഗസക്കാരെ രക്ഷിക്കാൻ കിട്ടിയ ഒരു സുവർണാവസരം തള്ളിക്കളയുന്ന ഹമാസ് എത്ര ക്രൂരന്മാരാണെന്ന്. എന്നാൽ ഇതിന്റെ പിന്നിലെ ചില നാടകീയ സംഭവങ്ങളെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾക്ക് ഹമാസിന്റെ തീരുമാനമാണ് നല്ലത് എന്ന് മനസ്സിലാകും. പ്രത്യക്ഷത്തിൽ ഗസയുടെ മേൽ നിരന്തരം ആക്രമിച്ച് അവിടുത്തെ ആളുകളെ കൊല്ലുന്ന നെതന്യാഹുവിന്റെ പ്രവൃത്തിയിൽ ട്രംപ് നിരാശനാണ്. അയാൾ പറയുന്നത് നെതന്യാഹു അനുസരിക്കുന്നില്ല, അതുകൊണ്ട് നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതൊക്കെ ശരിയാണെങ്കിലും ഈ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അറബികളെ കളിപ്പിച്ച് അവരിൽ നിന്നും കുറെ കാശടിച്ച് മാറ്റാനുള്ള ട്രംപിന്റെ കുടില ബുദ്ധിയാണ് ഇസ്രായേലിൽ നിന്നും താൽക്കാലികമായി അകന്നു നിൽക്കാനുള്ള അയാളുടെ തീരുമാനം. അതിനർത്ഥം അറബികൾ മണ്ടന്മാരാണെന്നല്ല. അവർ ചെയ്തത് 10 ലക്ഷം രൂപ അമേരിക്ക തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന സിറിയൻ തലവൻ അബു മുഹമ്മദ് ഷാരയുടെ തോളിൽ ട്രംപിനെ കൊണ്ട് കൈയിടിപ്പിച്ച് സിറിയയുടെ മേലുള്ള സകല ഉപരോധവും എടുത്തു കളയിപ്പിച്ചിട്ടാണ് ട്രംപിനെ അവർ അമേരിക്കയിലേക്ക് തിരിച്ചയച്ചത്. തന്നെയുമല്ല, സൗദിയെ ആണവ രാജ്യമാക്കാമെന്ന ഉറപ്പും അവർ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പണികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇറാനുമായി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സൗഹൃദം സ്ഥാപിക്കാനുള്ള അനുമതിയും ട്രംപ് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. തന്നെയുമല്ല, ഈ ഇറാനെ ആക്രമിച്ച് മിഡിൽ ഈസ്റ്റിനെ അലങ്കോലമാക്കാതെ ട്രംപിനെ ആ പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തിക്കാനും അറബികൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഹൂത്തികളുമായി ഇനി ഒരു യുദ്ധം ഉണ്ടാവില്ല എന്ന് വരെ ട്രംപിനെ കൊണ്ട് പറയിക്കാൻ അവർക്ക് സാധിച്ചു. ട്രംപ് അറബികളെ പറ്റിച്ചു എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് കൊടുത്ത കാശിനും വിമാനത്തിനുമുള്ള മുതലും ലാഭവും ഇതിനകം തന്നെ അറബികൾ കൈപ്പറ്റി കഴിഞ്ഞു എന്ന് തന്നെയാണ്. തന്നെയുമല്ല, അമേരിക്കയുമായുള്ള ഏതൊരു കരാറും ഭാവിയിലുള്ള ഇസ്രായേലിൻ്റെ വടികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളപ്പോൾ ട്രംപും ഈ നെതന്യാഹുവും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടാകുന്നത് അറബികൾക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. അതോടൊപ്പം തന്നെ ഈ സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഗസയിലുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തെ തടയാനോ അപലപിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല എന്ന് ലോകത്ത് പരക്കെ ഒരു പരാതി ഉള്ളതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സൗദി അറേബ്യയോ ഖത്തറോ അല്ലെങ്കിൽ ദുബായോ ആരെങ്കിലും ഈ നെതന്യാഹുവിനോട് ഗസയിലെ ആക്രമണം നിർത്തണം എന്ന് അഭ്യർത്ഥിച്ചാൽ അയാൾ ആ അവസരം മുതലാക്കിക്കൊണ്ട് ഇസ്രായേലുമായി അറബികൾ നയതന്ത്ര ബന്ധം ആരംഭിച്ചാൽ ഞങ്ങൾ ഗസയിലെ മേലുള്ള ആക്രമണം നിർത്താമെന്നും ഗസയ്ക്ക് മേൽ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കില്ല എന്നും ഒരു ഡിമാൻഡ് അയാൾ മുന്നോട്ട് വയ്ക്കും. അതൊരു തരം ബ്ലാക്ക് മെയിലിംഗ് ആണ്. അങ്ങനെ ആ ബ്ലാക്ക് മെയിലിങ്ങിന് അറബികൾ തയ്യാറാവില്ല എന്നുള്ളതാണ് സത്യം. പകരം അവർ യൂറോപ്യൻ യൂണിയനുമായി ഒരു ചങ്ങാത്തം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് യൂറോപ്പിന്റെ സകല മന്ത്രിമാരും അവിടുത്തെ പ്രസിഡന്റുമാരുമെല്ലാം അറബ് രാജ്യങ്ങളിൽ കയറി ഇറങ്ങുകയാണ്. അവരുമായി വളരെ ചങ്ങാത്തമാണ്. അതുപോലെ തന്നെ യൂറോപ്പിന്റെ കയ്യിൽ നിന്നും ഈ അറബികൾ ആയുധങ്ങൾ വാങ്ങാനും തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു കച്ചവട ബന്ധവും അവർ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഫലം ഇസ്രായേൽ അനുഭവിച്ചു തുടങ്ങി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ബന്ധത്തിലൂടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങൾ ഗസയിലെ കൂട്ടക്കൊല ഇസ്രായേൽ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇസ്രായേലിന് മേൽ കടുത്ത നടപടികൾ ആരംഭിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. തന്നെയുമല്ല, ഈ വിഷയത്തിൽ ഞങ്ങൾ കാര്യമായി ഇടപെടും എന്ന് അവർ പറയുന്നു. ഈ ഭീഷണികളെ ഒന്നും നെതന്യാഹുവിനെ തീരെ തള്ളിക്കളയാൻ കഴിയാത്തത് കൊണ്ട് 3 മാസമായി തടഞ്ഞു വെച്ചിരുന്ന ഗസക്കാർക്കുള്ള ഭക്ഷണം വീണ്ടും അയാൾ വിതരണം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിലും ഏറ്റവും രസകരമായ വസ്തുത, ഈ ഗസക്കാർക്ക് ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നത്
ഇസ്രയേലിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണെന്നുള്ളതാണ്. അത് ഈ യൂറോപ്പിൻ്റെ ഭീഷണി നെതന്യാഹുവിനെ ശരിക്കും ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. ഞങ്ങളിതാ ഗസക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടുകൊള്ളൂ എന്ന് ലോകത്തെയും ഈ യൂറോപ്പിനെയും അമേരിക്കയൊക്കെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് നെതന്യാഹു അവരുടെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത്. ഓരോ ഗസക്കാരനും ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടത് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ബാധ്യതയാണ്. അവിടെ ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല. ആ ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ നെതന്യാഹു അകപ്പെട്ടിരിക്കുന്നത്. ഇയാളിങ്ങനെ ഭയപ്പെടുന്നതിൻ്റെ കാരണം, ഇങ്ങനെ ഭയന്നില്ലെങ്കിൽ യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം പരന്നു കിടക്കുന്ന ജൂതർ തന്നെ ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് നെതന്യാഹുവിന് നന്നായി അറിയാം. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ 2 എംബസി ഉദ്യോഗസ്ഥരായ ജൂതരെ ഒരുവൻ വെടിവെച്ച് കൊന്നു. എന്നിട്ട് ഈ ഇസ്രായേലിന് എന്ത് ചെയ്യാൻ കഴിയും? മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ള ജൂതന്മാർ ഇപ്പോൾ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാതായിരിക്കുകയാണ്. എന്നിട്ടൊന്നും അവിടങ്ങളിലുള്ള ഗവൺമെൻറ് യാതൊരു നടപടികളും എടുക്കുന്നില്ല. ഈ ജൂതന്മാരെ ആക്രമിക്കുക അല്ലെങ്കിൽ തല്ലുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യുന്നവരെ തടയാൻ ഈ ഗവൺമെൻറ്റുകൾ തയ്യാറാവുന്നില്ല. അതിനുള്ള കാരണം ഈ ഇസ്രായേലിനോട് ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ദേഷ്യം തന്നെയാണ്. നെതന്യാഹു ഈ രാജ്യങ്ങളെ വകവയ്ക്കാത്തത് പോലെ തന്നെ ഈ രാജ്യങ്ങൾ ഇപ്പോൾ നെതന്യാഹുവിനെയും വകവയ്ക്കുന്നില്ല, അവരുടെ ആളുകളെയും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇസ്ലാമിസ്റ്റുകൾ ലോകത്ത് പിടിമുറുക്കുകയാണെന്ന് ഇന്ത്യയിലെ സംഘികളും ക്രിസ്സംഘികളും ഒക്കെ ഇപ്പോൾ നിലവിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. ഇസ്ലാമിസ്റ്റുകൾ ഇന്ന് ലോകത്തെ പണം കൊടുത്തു വാങ്ങുകയാണ്. അതെ, അവർ ലോകത്തെ പർച്ചേസ് ചെയ്യുക തന്നെയാണ്. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ഏതെങ്കിലും ഇസ്ലാമിസ്റ്റുകൾ ആ രാജ്യങ്ങളിൽ ആക്രമണമോ ഭീകരതയോ നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെ സംഭവിക്കുന്നില്ല. പകരം ക്രിസ്ത്യാനികളാണ് ഇപ്പോൾ ആ ഭീകരത ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ജൂതരായ എംബസി ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നത് ഏലിയാസ് റോഡ്രിക്സ് എന്ന ഒരു ക്രിസ്ത്യാനിയാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ പോൾ ഡാനിയൽ എന്നൊരുത്തൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഇടിച്ച് കയറ്റി അനേകം പേരെ കൊല്ലുകയും ഏതാണ്ട് 79-ലധികം ആൾക്കാരെ മാരകമായ രീതിയിൽ പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തു. ഇതേ മാതൃകയിൽ തന്നെ ജർമ്മനിയിൽ അലക്സാർ സ്കൂവർമാൻ എന്നൊരുവൻ കാർ ഇടിച്ച് കയറ്റി അനേകം പേരെ കൊലപ്പെടുത്തി. കൂടാതെ സ്വീഡൻ, മോണ്ടിനീഗ്രോ, ജർമ്മനി, ഗ്രീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് വെടിവെപ്പും അതുപോലെ തന്നെ സ്ഫോടനങ്ങളൊക്കെ നടത്തുന്നത് മുഴുവൻ ക്രിസ്ത്യാനികൾ തന്നെയാണ്. ഇതെല്ലാം നമ്മൾ വാർത്തകളിൽ സ്ഥിരമായി അടുത്ത കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. അതിനർത്ഥം ക്രിസ്ത്യാനി ഭീകരത ലോകത്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ക്രിസ്ത്യാനികൾക്ക് തന്നെയാണ് ജൂതരോട് പക. അത് ഭരണകൂടങ്ങളുടെ ഒത്താശയോടുകൂടിയാണ് ഇപ്പോൾ ഈ ജൂതർക്കെതിരായി ആക്രമണങ്ങൾ ലോകത്ത് വർദ്ധിക്കുന്നത്. അങ്ങനെ ജൂതർ ഒറ്റപ്പെട്ടും ഭയപ്പെട്ടും കഴിയുമ്പോൾ നെതന്യാഹുവിനെ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ ഭയക്കാതെ മറ്റു വഴിയൊന്നുമില്ല. ഈ ജൂതരാഷ്ട്രത്തിന് ഇപ്പോൾ ഈ രാജ്യങ്ങളിലെല്ലാം സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ട്രംപിൻ്റെ ഈ വെടിനിർത്തൽ കരാർ നിർദ്ദേശത്തെ ഹമാസ് തള്ളാൻ കാരണം ഗസയുടെ 80% ഭാഗങ്ങളും ഇപ്പോൾ ജൂതർ കൈയടക്കിയിരിക്കുകയാണ്. ആദ്യം ആ ഭാഗങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഈ ജൂത പട്ടാളത്തെ മുഴുവൻ അവിടെ നിന്ന് പിന്മാറ്റാനാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഗസയിലേക്ക് വരുന്ന മുഴുവൻ വാഹനങ്ങളെയും, അതായത് അവർക്ക് ഭക്ഷണമായിട്ടും മറ്റ് ജീവിതത്തിനുള്ള മറ്റു ഉപകരണങ്ങളൊക്കെ ആയിട്ട് വരുന്ന വണ്ടികളെല്ലാം യാതൊരു തടസ്സവുമില്ലാതെ കടന്നു വരാൻ അനുവദിക്കുക. അതുപോലെ തന്നെ യുദ്ധം പൂർണ്ണമായി നിർത്തിക്കൊണ്ട് ഹമാസിന്റെ കയ്യിലുള്ള മുഴുവൻ ബന്ദികളെ തിരിച്ചെടുക്കുകയും പലസ്തീൻ തടവറകളിലുള്ള ഈ പലസ്തീൻ തടവുകാരെയും തിരിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊരു സമാധാനത്തിൽ കഴിയാമെന്നാണ് അവർ പറയുന്നത്. അതല്ലാതെ 60 ദിവസം കഴിഞ്ഞ് വീണ്ടും ആയുധങ്ങളും പണവും സംഭരിച്ചുകൊണ്ട് വീണ്ടും ഗസയെ ആക്രമിക്കാൻ വേണ്ടി തൽക്കാലം ഒരു 60 ദിവസത്തേക്ക് നിങ്ങൾ ഒരു ആശ്വാസം നേടേണ്ട എന്ന് തന്നെയാണ് ഹമാസ് പറയുന്നത്. അതുകൊണ്ടാണ് ഹമാസ് ഇപ്പോൾ ഈ ട്രംപിൻ്റെ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കാൻ തയ്യാറാവാത്തത്. അതുമാത്രമല്ല, ഹമാസ് ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലും കൂടിയാണ്. യൂറോപ്പിൻ്റെയൊക്കെ ഭീഷണിയോ അല്ലെങ്കിൽ അഭ്യർത്ഥനയൊക്കെ മാനിച്ചുകൊണ്ടാണ് ഈ നെതന്യാഹു വെടിനിർത്തൽ കരാറിന് തയ്യാറായിരിക്കുന്നത് എന്ന് ഈ യൂറോപ്യർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ഈ നെതന്യാഹുവിനോട് താല്പര്യം ഉണ്ടാവാൻ തുടങ്ങും. അത് നെതന്യാഹുവിന് വീണ്ടും വളമാകും. തൽക്കാലം അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. വീണ്ടും ഗസയെ ആക്രമിക്കാനും കഴിയും 60 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഇതിനൊക്കെ അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഹമാസ് ഈ വെടിനിർത്തൽ കരാറിന് തയ്യാറാവാത്തതിൻ്റെ പിന്നിലുള്ള കാരണം. ശരിക്കും പറഞ്ഞാൽ ഹമാസിന്റെ നിലപാട് ഈ നെതന്യാഹുവിനെ ഇപ്പോൾ വെട്ടിയാക്കിയിരിക്കുകയാണ്. യുദ്ധം തുടർന്നാൽ യൂറോപ്പുമായി കൂടുതൽ കാര്യങ്ങൾ വഷളാകും എന്ന് അയാൾക്കറിയാം. ആക്രമണം സ്വയം നിർത്തിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ തീർന്നു, അവർ പരാജയപ്പെട്ടു എന്നതുകൊണ്ടാണെന്നും ആൾക്കാർ പറയാൻ തുടങ്ങും. അതല്ലെങ്കിൽ ഹമാസുമായി ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണം. അതിന് ഹമാസ് തയ്യാറുമല്ല. ശരിക്കും അയാൾ കുടുങ്ങിയിരിക്കുക തന്നെയാണ്. എന്നാൽ എത്ര നാൾ ഒരുത്തന് ആളുകളെ കൊന്ന് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന്
ലോകം ചിന്തിച്ച് തുടങ്ങുന്നിടത്താണ് ഹമാസിൻ്റെ വിജയം ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ ലോകം അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനം നെതന്യാഹുവിൻ്റെ മേൽ അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.